അപ്പോൾ മേഘാലയയിൽ നിന്നുള്ള അടുത്ത എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ദൗക്കിയിലാണ് കേട്ടോ. ദൗക്കിയിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെയാണ് ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തത്. ഇത് HP ആണ്, HP ആണ്. അപ്പോൾ ഇവിടെ എവിടെയും ഒരു സ്റ്റേ കിട്ടിയില്ല, കാരണം അവിടെയൊക്കെ ബോർഡർ ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ വേറെ പെട്രോൾ പമ്പ് ഉണ്ട്, അപ്പോൾ അവിടെ ബോർഡറിൽ നിന്ന് അവിടെ ചിലപ്പോൾ ആളുകളൊക്കെ ഇങ്ങോട്ട് കയറി വരും, അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല അറിഞ്ഞു. അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ആ ഏരിയ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, കുറച്ചൊരു 3 കിലോമീറ്റർ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിൽക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഒരു പോലീസുകാരുണ്ട് കേട്ടോ. അവരെ വാൻ ഇവിടെ ഏത് സമയത്തും ഉണ്ടാവും, രാത്രി മുതൽ രാവിലെ വരെ അവരെ വാൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ സേഫ്റ്റിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. പിന്നെ മേഘാലയയിലുള്ള ഇതുവരെയുള്ള വീഡിയോക്കൊക്കെ ചില പ്രശ്നങ്ങൾ പറ്റി. അതായത് HDR10 എന്നുള്ള ഒരു സെറ്റിങ്സിലാണ് അത് മാറിയിട്ടുള്ളത്. അങ്ങനെ ആയപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഡിസ്പ്ലേയിൽ ചെറിയൊരു ലൈറ്റ് ഇങ്ങനെ കൂടി വരുന്നത് പോലെ. അപ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. അതിന് ശേഷം എഡിറ്റിങ് ചെയ്യുന്ന സമയത്തും പിന്നെ കളറ് വളരെ കുറവ്. അപ്പോൾ ഞാൻ മിക്കവാറും ഇവിടെയൊക്കെ കോട മൂടലുണ്ട്, അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചു. ഫ്രണ്ട് ക്യാമറയ്ക്ക് കുഴപ്പമില്ല, ബാക്ക് ക്യാമറയ്ക്കാണ് പ്രശ്നമുള്ളത്. അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്തു. 2 എപ്പിസോഡായിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്തു. മൂന്നാമത്തത് ചെയ്തപ്പോഴാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിയതും അങ്ങനെ ആ വീഡിയോ ഞാൻ ഒഴിവാക്കി. അങ്ങനെ 2 വീഡിയോ ഇപ്പോൾ നിലവിൽ യൂട്യൂബിൽ ഉണ്ട്. അപ്പോൾ മൊത്തം വീഡിയോ മേഘാലയത്തത് ഇങ്ങനെയുള്ളൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഞാൻ അതുപോലെ മൗസിൻ റോമിൽ പോയിട്ട് ഒരു കേവിൽ പോയി, ക്രംപുരി കേവ്. പിന്നെ അതുപോലെ ഒരു സ്പിറ്റ് റോക്ക് എന്ന് പറഞ്ഞിട്ടൊരു റോക്ക്, വലിയൊരു പാറ 2ആയി പിളർന്നിട്ടൊരു 3-4 അടി വീതിയിൽ ഇങ്ങനെ പിളർന്ന രൂപത്തിലുണ്ട്. അവിടെയൊക്കെ പോയെടുത്ത വീഡിയോ ഒക്കെ മൊത്തം ഇതേ അവസ്ഥയാണ്. അപ്പോൾ അതൊന്നും ഞാൻ ഇനി അപ്ലോഡ് ചെയ്യണില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാനത് കണ്ടെത്തിയത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണിത്. ഇതിനങ്ങനെ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് ദൗക്കി റിവറും അതുപോലെ ഈ ബംഗ്ലാദേശ് ബോർഡറും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പോകുന്നത്. ഇവിടുന്ന് 3 കിലോമീറ്റർ പോയാൽ മതി. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഞാൻ ടെൻ്റ് അടിച്ചിട്ടുള്ളത് ഇവിടെ കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ പമ്പ്. ഇതാ ഈ കാണുന്നതാണ് പമ്പ്. ഇവിടെ ഒരുപാട് ലോറികളുണ്ട്. ഇതാ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ലോറി ഉണ്ടായിരുന്നു, രാത്രി കൊണ്ടുവന്ന് നിർത്തിയതാണ്. പിന്നെ പോലീസ് വാൻ ഇതാ അവിടെ ഉണ്ട്. പിന്നെ ഒരുപാട് ലോറികളുണ്ട് കേട്ടോ ഇവിടെ. ഈ സൈഡിൽ മൊത്തം ലോറികളാണ്, നിരയായി കിടക്കുകയാണ്. ഇതൊക്കെ പഴയ ലോറികളാട്ടോ. ഇതൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോയതാണെന്ന സംശയമുണ്ട്, കാരണം ഇതൊന്നും ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ലോറികളാണ് ഇവിടെ ഉള്ളതൊക്കെ. പിന്നെ ഇതാ ഒരുപാട് ലോറികൾ ഈ സൈഡിൽ കിടക്കുന്നുണ്ട്. ഇത് മിക്കവാറും ബംഗ്ലാദേശിലൊക്കെ പോകാനുള്ളതാണോ എന്നൊരു സംശയമുണ്ട്. ഇതാ പോലീസ് വണ്ടി ഇതാ തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ ഇതാണ് ഈ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ. ദൗക്കിയിൽ വരുന്ന സമയത്ത് ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഉച്ച സമയത്തൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ടെൻ്റ് അടിച്ച് രാത്രി തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി ഞാൻ തണുപ്പ് പ്രതീക്ഷിച്ചു, പക്ഷേ അത്ര തണുപ്പൊന്നും രാത്രി ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി ഞാൻ ഇവിടുന്ന് കുക്ക് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ അരിയും പച്ചക്കറിയും എല്ലാം കൂടി കൂട്ടിയൊരു വെജിറ്റബിൾ ബിരിയാണി രൂപത്തിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ഇവിടുന്ന് ഒരു ഡ്രൈവർ വന്നിട്ട് ചോദിച്ചു ഭക്ഷണം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാനത് ആ ഡ്രൈവർക്ക് കൊടുത്തു. കാരണം ഞാൻ ഏതായാലും കഴിച്ചു കഴിഞ്ഞു, പിന്നെ അയാൾ ഏതായാലും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ രാവിലെ പ്രത്യേകിച്ചൊന്നും കഴിക്കാനൊന്നുമില്ല. അപ്പോൾ ഇനി പുറത്തുനിന്ന് എവിടുന്നേലൊക്കെ കഴിക്കണം. അത് കഴിച്ചതിന് ശേഷം പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം. ഒരു വനത്തിന്റെ ഉള്ളിലാണ് ആ പമ്പ് ഉള്ളത്. 3 കിലോമീറ്റർ ദൗക്കിന്ന് ഇങ്ങോട്ട് വരണം. ഇപ്പോൾ ആ പമ്പിന്ന് ദൗക്കിയിലേക്ക് പോവുകയാണ്. ചുറ്റുഭാഗം കണ്ടില്ലേ, നല്ല കാടാണ്. അപ്പോൾ ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലാണ് കേട്ടോ, ദൗക്കിയിലുള്ള ബോർഡർ. അപ്പോൾ ഇവിടെ ഒരുപാട് പട്ടാളക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഈ സമയത്ത് ഇത് ക്ലോസ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി വന്നപ്പോൾ ഇത് ഓപ്പണാണ്. ഇപ്പോൾ ഏത് സമയത്ത് അത് തുറക്കുക അറിയില്ല. ഇപ്പോൾ വാഹനങ്ങളൊന്നും പോണത് കാണുന്നില്ല. രാത്രിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങളൊക്കെ പോയിരുന്നു. ഇതാണ് കേട്ടോ മെയിൻ ഗേറ്റ് കടന്ന് അതുവരെ പോവാം. ദാ വെൽക്കം ടു ബംഗ്ലാദേശ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. തമാബിൽ ലാൻഡ് കസ്റ്റംസ് സ്റ്റേഷൻ. അതുവരെ പോവാം, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂല. അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗേറ്റ് ദൗക്കി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന്
ഇതാ ഗേറ്റിൻ്റെ അതുവരെ ഇന്ത്യക്കാർക്ക് പ്രവേശനമുള്ളൂ. പിന്നെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിസ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പുറത്തേക്ക് പോവാം, അല്ലാത്തവർക്ക് പോകാൻ പറ്റൂല. ഇതാ ഒരു ഇത് വെച്ചിട്ടുണ്ടല്ലേ ഇന്ത്യ എന്ന് എഴുതിയിട്ട്, അതിൻ്റെ അപ്പുറത്താണ് ബംഗ്ലാദേശ് വരുന്നത്. ഇവിടെ ഇതാ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ നിയന്ത്രണത്തിലാണ് കേട്ടോ. അപ്പുറത്ത് കണ്ടില്ലേ വെൽക്കം ടു ബംഗ്ലാദേശ്, അപ്പുറത്ത് ബംഗ്ലാദേശാണ്. അപ്പോൾ ഇതുവരെ വരാൻ കഴിയുള്ളൂ. ഇത് അപ്പുറത്തുള്ള കടകളൊക്കെ ബംഗ്ലാദേശിൻ്റെ കടകളാണ് കേട്ടോ. അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ബംഗ്ലാദേശികളാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസാണ് 0 പോയിൻ്റ്. തമാബിൽ ICP. അപ്പോൾ അവരെ ഒരു സെക്യൂരിറ്റീൻ്റെ ഇതാണ് ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ്. കണ്ടില്ലേ ബംഗ്ലാദേശിൻ്റെ പതാക അവിടെ ഉണ്ട്. ഇതുവരെ വരാം, കണ്ടില്ലേ ഇതുവരെ വരാം. ഇതാ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ കണ്ടില്ലേ ബംഗ്ലാദേശിൻ്റെ അവിടെ. അവരെ യൂണിഫോമും കാര്യങ്ങളൊക്കെ വേറെ ഐറ്റംസാണ്, താടിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ബംഗ്ലാദേശ് ബോർഡറിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ഇതാണ്. ഇതാ നമ്മളെ സൈഡ് കണ്ടില്ലേ വെൽക്കം ടു ഇന്ത്യ എന്ന്. ദൗക്കിയിലുള്ളൊരു മെയിൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതാണ് കേട്ടോ, ബംഗ്ലാദേശ് ബോർഡർ. അപ്പോൾ അതുവരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ദൗക്കി വാട്ടറും കാര്യങ്ങളൊക്കെയാണ്, ദൗക്കി റിവർ, അവിടുത്തെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറും കാര്യങ്ങളൊക്കെയാണ്. അത് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ ഭാഗത്തു കൂടെ ഒക്കെ ബംഗ്ലാദേശികളൊക്കെ ഇങ്ങനെ നുഴഞ്ഞു കയറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈനികരൊക്കെ അവിടെയൊക്കെ ഒരുപാട് കാവൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിലൊക്കെ നുഴഞ്ഞു കയറി വരും. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും അവധിയാണ്. അന്ന് വാഹനങ്ങളൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ലോറികൾ മൊത്തം ഇവിടെ കിടക്കണം. എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് കല്ല് ബംഗ്ലാദേശിക്ക് കൊണ്ടുപോവുകയാണ്. ബംഗ്ലാദേശിൽ കല്ലില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫുള്ള് ലോഡ് ഇത് കണ്ടില്ലേ, ഈ ലോറി മൊത്തത്തിൽ ബംഗ്ലാദേശിൽ പോകാനുള്ളതാണ്. എല്ലാ ലോറിയിലും കല്ലാണ്, വലിയ വലിയ കല്ലുകൾ. അപ്പോൾ ഇത് മൊത്തം ബംഗ്ലാദേശിൽ പോകാനുള്ളതാണ്. അപ്പോൾ ആളുകൾക്ക് എല്ലാ ദിവസവും പോവാം, പക്ഷേ ചരക്ക് വാഹനമായിട്ട് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ദൗക്കിയിൽ പോട്ടെ, ദൗക്കി റിവർ. ദൗക്കിയിൽ നല്ല ചെടികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല സ്റ്റൈലുണ്ട്, നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തണുപ്പായതുകൊണ്ട് ചെടി അധികം വലുപ്പമൊന്നും ഉണ്ടാവില്ല, എന്നാൽ നല്ല പൂക്കളും ഉണ്ടാവും. കണ്ടില്ല ഇതിലൊക്കെ നല്ല പൂക്കളാണ്. എല്ലാതും വെറൈറ്റി പല കളറിലുള്ള പൂക്കളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഓറഞ്ച് വിൽപ്പനക്കാരൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. കാറിലും ഒമ്നിയിലൊക്കെ ഓറഞ്ച് ഇഷ്ടംപോലെ വിൽക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദൗക്കി ടൗണ് കണ്ടില്ല എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ദൗക്കി ടൗണ്. ബാക്കൂർ വില്ലേജ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഒരു പഴഞ്ചൻ ടൗണാട്ടത്. റോഡിൻ്റെ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് നടുക്ക് മാത്രമേ സ്ഥലമുള്ളൂ, ബാക്കി എവിടെയും സ്ഥലമല്ല. എന്തോ ഒരു ആൽമരം പോലെ ഒരു മരമൊക്കെ ഉണ്ട്, പക്ഷെ ആൽമരമല്ല, നല്ല തണലുണ്ട്. ഇഷ്ടംപോലെ കടകളുണ്ട് ഇവിടെ. പഴഞ്ചൻ ടൗണാണിത്. കണ്ടില്ലേ വാഹനങ്ങൾ ഒരുപാടുണ്ട്, സൈഡിൽ നിർത്തിയിട്ടുണ്ട്. റോഡിന്റെ നടുക്ക് മാത്രമേ സ്ഥലമുള്ളൂ, വേറെ എവിടെ ഒരു പാർക്ക് ചെയ്യാനും കൂടി സ്ഥലമില്ലാത്തൊരവസ്ഥയാണ്. ഇതാണ് ബംഗ്ലാദേശ് ബോർഡർ. ആ ഭാഗത്തേക്കാണ് പോവുക, ആ ഭാഗത്താണ് ബംഗ്ലാദേശ് ബോർഡർ വരുന്നത്. ദൗക്കിയൊക്കെ വെസ്റ്റ് ജയന്തിയ ഹിൽസ് ജില്ലയിലാണ് കേട്ടോ അത് വരുന്നത്. പിന്നെ ഇവിടുത്തെ പൊതുവെ ആളുകളൊക്കെ പെണ്ണുങ്ങളൊക്കെ എല്ലാവരും ഈ ലിഫ്റ്റിക്ക് ഇടും. പെണ്ണുങ്ങൾ ലിഫ്റ്റിക്ക് ഇടും. അതുപോലെ ആണുങ്ങളും പെണ്ണുങ്ങളും മുറുക്കാൻ ഇവിടുത്തെ ഒരു മെയിൻ ഘടകമാണ്. അതില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. അത് വരെ ഒരു ഐഡന്റിറ്റി എന്ന് പറയാം. എല്ലാവരും മുറുക്കാൻ ഉപയോഗിക്കും. ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഇവിടുന്നാണ് ദൗക്കി ബോട്ട് പോയിന്റിക്കൊക്കെ പോവുക. അപ്പൊ ഇനി ബംഗ്ലാദേശ് ഇന്ത്യ ഈ നദി ദൗക്കി റിവറിന്റെ അവിടെ ഒരു ബോർഡർ വരുന്നുണ്ട്. അപ്പോൾ അവിടേക്കാണ് പോണത്. ഇപ്പം നദീൻ്റെ അവിടെ ഒരു കയറൊക്കെ കെട്ടിയിട്ടുണ്ട്, അതാണ് അതിൻ്റെ അതിർത്തി വരുന്നത്. ഇപ്പം ഇന്നലെ രാത്രി ഞാൻ പോയിരുന്നു അവിടെ. അപ്പോൾ വീണ്ടും ഒന്നും കൂടി പോട്ടെ.
നല്ലൊരു അടിപൊളി കഴുങ്ങും തോട്ടം ഉണ്ട് കേട്ടോ. കഴുങ്ങും തോട്ടത്തിൻ്റെ നടുക്ക് കൂടെയാണ് ഈ റോഡ് വരുന്നത്. ഈ വഴി ഒരു കോൺക്രീറ്റ് വഴിയാണ്. ഇതൊക്കെ ഒരു കേരളത്തിൻ്റെ അതേ ലുക്കാണ് കണ്ടു കഴിഞ്ഞാൽ. അവിടെയൊക്കെ ഒരുപാട് കടകളുണ്ട്, ബിസ്ക്കറ്റുകൾ, അതുപോലെ ജ്യൂസ് ഐറ്റംസ്, ഫ്രൂട്ട്സ്, അങ്ങനെ വെക്കുന്ന കടകളൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട്. ഇതാ ബോട്ടിംഗ് പോയിന്റിലാണ് കേട്ടോ. ഇതാ ദൗക്കി റിവറിൽ എത്തിയിട്ടുണ്ട്. ഇതാ താഴെ കാണുന്നതാണ് റിവർ. ഇത് കൂടെ ഉണ്ടോ ഞാൻ വന്നത്. മുകളിൽ ഇതാ റോഡാണ്, അതിലെങ്ങനെ വന്നിട്ടാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുള്ളത്. ഉംഗോട്ട് റിവർ, ഈ നദിക്ക് അതാണ് പറയുക, ഉംഗോട്ട് റിവർ. നല്ല തിരക്കുണ്ട് കേട്ടോ. ഒന്ന് എന്നും തിരക്കുണ്ടാവും. ഇന്നലെ ഞാൻ വൈകുന്നേരം വന്നപ്പോൾ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ഇന്ത്യൻ സൈഡിൽ അധികം ആളുകളൊന്നുമില്ല. ബോട്ടുകളൊക്കെ കാലിയായി കിടക്കുകയാണല്ലോ, തോണികള്. അവിടെ ഒരു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഒരു വാച്ച് ടവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യൻ പതാക ഉണ്ട് അവിടെ. പിന്നെ ആളുകൾ എന്തൊക്കെ മണലോ എന്തൊക്കെയായിട്ട് പോവുകയാണ്. ഇന്നലത്തെ അതേ അവസ്ഥ തന്നെ കേട്ടോ. ഇന്നലെ ഞാൻ വൈകുന്നേരം വന്നപ്പോൾ അതേ അവസ്ഥ തന്നെയാണ്. ഇന്ത്യൻ സൈഡിൽ ആരുമില്ല, ടൂറിസ്റ്റുകളൊന്നുമില്ല. പക്ഷെ ബംഗ്ലാദേശ് സൈഡിൽ ഇഷ്ടം പോലെ ആളുകളാണ്, നിറഞ്ഞിട്ടുണ്ട്. അവരൊരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് തോന്നുന്നത്, ദൗക്കി റിവർ. ഇവിടെ ആരുമില്ല. തോണികളെയൊക്കെ കാലിയായി കിടക്കുകയാണല്ലോ അവിടെ, ഒരു മനുഷ്യന്മാരില്ല. ഈ ആളുകൾ മുഴുവൻ ബംഗ്ലാദേശികളാണ് കേട്ടോ. ഇവർ ഈ കയറ് കെട്ടിയതിൻ്റെ അടുത്തേക്കൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുമ്പോൾ ഇന്ത്യൻ സൈനികർ ഇവിടുന്ന് ഓടിച്ചു വിടുന്നുണ്ട്, അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട്. ഇഷ്ടം പോലെ ആളുകളാട്ടോ. ഇവരൊരു മെയിൻ ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. ആളുകൾ നിറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ബംഗ്ലാദേശിൽ ഇഷ്ടം പോലെ ജനസംഖ്യയാണല്ലോ. അവര് നല്ല ആഘോഷിക്കുകയാണ് ഇവിടെ വന്നിട്ട്, ഫോട്ടോ എടുത്തിട്ടും ഒരുപാട് ഫുഡ് ഐറ്റംസ് ആയിട്ടും എല്ലാ പരിപാടിയും ഉണ്ട്. ബംഗ്ലാദേശിന്റെ സൈഡിൽ വലിയ വലിയ ബോട്ടുകളും ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട്. ഇപ്പൊ അതിർത്തി എന്ന് പറയണത് ഇവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. ഈ കയറിന്റെ ഇപ്പുറം ഇന്ത്യ, അപ്പുറം ബംഗ്ലാദേശ്. ഇത് കണ്ടില്ലേ, രണ്ട് ഭാഗത്തിന്റെയും നടുക്ക് കൂടെ കുറച്ച് ഭാഗം ഒഴിവായിട്ട് കിടക്കുന്നുണ്ട്. ബാക്കി അപ്പുറത്തും ഇപ്പുറത്തും കയറ് കെട്ടി വെച്ചതാണ്. ഇതാണ് ഇവിടുത്തെ അതിർത്തി. ദൗക്കിയിലെ അതിർത്തി ഇതാണ് വരുന്നത്. ഇതാ അവരൊരു പട്ടാളക്കാരുണ്ട് അവിടെ. അവരെ ബോട്ട് കണ്ടില്ലേ. ഇന്ത്യൻ സൈഡിലുള്ള ബോട്ടുകൾ ഇങ്ങനെയാണ് കേട്ടോ, ഈ ഒരു ടൈപ്പിലാണ്. ഇത് കാണാൻ നല്ല സ്റ്റൈലുണ്ട്. പക്ഷെ അവരത് കണ്ടില്ലേ, വേറൊരു ടൈപ്പാണ്. ഒരുപാട് ആളുകൾ കയറുന്ന രീതിയിലുള്ള ഒരു ബോട്ടാണ് അവർക്കുള്ളത്. അവരെ പതാകയും കാര്യങ്ങളൊക്കെ അതിൽ കാണാം. പിന്നെ ഇപ്പുറത്തേക്ക് വരാൻ പറ്റൂല കേട്ടോ. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പട്ടാളക്കാർ ഓടിച്ചു വിടും. ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഒരു പട്ടാളക്കാരനോടെ, ഇവിടെ ഇന്ത്യൻ സൈഡിലൊന്നും ആരുമില്ല, ഫുള്ള് ബംഗ്ലാദേശികളാണല്ലോ മൊത്തത്തിൽ അവിടെയെന്ന് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം പറയാണ് അവർക്കൊന്നും ഒരു പണിയില്ലാന്ന്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. കണ്ടില്ല, ഫുള്ള് അവിടെ ഉണ്ട്. ഹലോ കണ്ടില്ല, അവര് ടാറ്റാന്നൊക്കെ പറയുന്നുണ്ട്. ഹലോ കേസാ. അവിടെ കുറെ ആളുകളുണ്ട് കേട്ടോ, ഫുള്ള് ബംഗ്ലാദേശികളാണ് അപ്പുറത്തുള്ളതൊക്കെ. കണ്ടില്ലേ, കണ്ട അവിടെ പോവാൻ തോന്നും. കാരണം അവിടെയാണ് ഭയങ്കര ആർമാദിക്കലും കച്ചവടവും ആളുകളും തിരക്കും എല്ലാതും അപ്പുറത്താണ്. ബോട്ടിങ്ങും എല്ലാതും അവിടെയാണ്. അപ്പൊ അവിടെയൊക്കെ പോവാനൊക്കെ തോന്നും. കണ്ട ആർമാദിക്കന്നെ. ഇവിടെ ഒരാൾ പറക്കാൻ നിൽക്കണൊക്കെ മാറി നിന്നുകൊണ്ടാണ് ഫോട്ടോ ഒക്കെ എടുക്കണത്. ഇന്ത്യക്കൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്ട്. ഒരു ഫോട്ടോഗ്രാഫറും ഉണ്ട് അവിടെ. എന്താ എൻജോയ് ചെയ്യുന്നതാണ് എല്ലാവരും. ബോട്ടിലൊക്കെ പോയി ഓരോരുത്തർ എൻജോയ് ചെയ്യാട്ടോ അവിടെ. ഇതാ അതിലൊക്കെ ബോട്ടിൽ പോകുന്നുണ്ട് ആളുകള്. പക്ഷെ ഇവിടെ കുറവാണ്,
തിരക്ക് കുറവാണ്. ഇന്ത്യൻ സൈഡിൽ തിരക്ക് കുറവാ. പിന്നെ എത്രയാന്ന് ചോദിച്ചപ്പോൾ 800 രൂപയൊക്കെ പറയുന്നുണ്ട്. ഓ, കുറച്ച് റേറ്റ് കൂടുതലാണ്. ഞാനിപ്പോൾ ചെറിയൊരു പാറേൻ്റെ മുകളിൽ കയറിയതാണ്. ഇവിടുന്ന് ദൗക്കി മൊത്തം കാണാം. കുറേ ബോട്ടുകളും റിവറും എല്ലാം ഇവിടുന്ന് ശരിക്കും കാണും. അപ്പോൾ ഇതിൻ്റെ മുകളിലൊന്ന് കയറി. ബോട്ടിൻ്റെ റേറ്റ് 800 രൂപയാണ് ഒരു ബോട്ടിന്. അതിൽ 3 ആൾ വരെ പോകും. ഒരാളാണെങ്കിലും 2 ആളാണെങ്കിലും 3 ആളാണെങ്കിലും ഒക്കെ 800 രൂപ കൊടുക്കണം. ഇപ്പോൾ ഓരോരുത്തർ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ അതിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബോട്ടിൽ. ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് ഇപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ ഒരുപാട് ആളുണ്ടെങ്കിൽ ഇത് മുതലാവും. ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് 800 രൂപയും കൊടുത്തുകൊണ്ട് ബോട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. വെറുതെ അല്ല കേട്ടോ, ബംഗ്ലാദേശിന്റെ സൈഡിൽ ഇത്ര ജനങ്ങൾ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ടാണ്. ഇന്ന് അവിടെ ഹോളിഡേ ആണ്, അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. ഞായറാഴ്ച ഒക്കെ ആകുമ്പോൾ ഇവിടെയും തിരക്കുണ്ടാവും. അവർക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒഴിവായതുകൊണ്ട് അവർ എല്ലാവരും കൂടി വന്നു ആസ്വദിക്കുന്നു. അപ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്, ഇന്തോ ബംഗ്ലാദേശ് ബൗണ്ടറി. ബംഗ്ലാദേശിന്റെ സൈഡിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. ഈ നദീന്റെ കൂടുതൽ ഭാഗവും ബംഗ്ലാദേശ് സൈഡിലാണ്. അപ്പോൾ അവിടെ ഒരുപാട് കച്ചവടങ്ങളും എല്ലാ സംഭവങ്ങളും ആ ഭാഗത്താണ്. ഇന്ത്യൻ സൈഡിൽ അധികം സ്ഥലമില്ല, അവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ബംഗ്ലാദേശികൾക്ക് വന്ന് ആസ്വദിക്കാൻ പറ്റിയ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട്. പിന്നെ വെള്ളിയാഴ്ചയാണ്, അവർക്ക് ലീവുമാണ്. അപ്പോൾ മൊത്തത്തിൽ വന്നതാണ് ഇങ്ങോട്ട്. ഇന്ത്യൻ സൈഡ് കണ്ടില്ലേ, വളരെ കുറച്ച് സ്ഥലം ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ അധികം ആളും ഇല്ല. അപ്പോൾ അവരെ സൈഡ് കണ്ടില്ലേ, എല്ലാവരും ആർമാദിക്കുകയാണ്. ആർമാദിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. ഇഷ്ടം പോലെ അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കൊടയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ജ്യൂസ് കടകൾ, അതുപോലെ പല പല ഐറ്റംസ് സാധനങ്ങളൊക്കെ വിൽക്കാനുള്ള പല കടകളുണ്ട് ആ ഭാഗത്ത് കൂടെ. ആ കൊടകൾ കാണുന്നത് മൊത്തം ഇതാണ്, ആൾക്കാർക്ക് ഇരിക്കാനും. പിന്നെ ഒരുപാട് കടകളായിട്ട് അങ്ങനെ. എന്ത് ഭംഗിയാണോ, താഴത്തേക്ക് നോക്കിയാൽ കാണാം. നല്ല നീല കളർ വെള്ളം, അതിലിങ്ങനെ തോണി പോണതേ. നല്ല രസമാട്ടോ ഇവിടുന്ന് കാണാനായിട്ട്. ഈ നദിയിലെ വെള്ളം ഇത്ര തെളിഞ്ഞതാവാനുള്ള കാരണം ഇവിടുത്തെ ആളുകൾ മാലിന്യത്തിന്റെ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ പുലർത്തുന്നുണ്ട്. പിന്നെ അതുപോലെ ഏഷ്യയിലെ ഏറ്റവും നല്ല ക്ലീനസ്റ്റ് റിവർ എന്നുള്ള പേരിലാണ് ഈ ദൗക്കി റിവർ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ തന്നെ അറിയാം, നല്ല തെളിഞ്ഞ വെള്ളമാണ്, നീല കളറായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മണലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതിലെ മണൽക്കടത്തും നടക്കുന്നുണ്ട് ഇവിടെ. വെള്ളത്തിൻ്റെ ഒരു തെളിവ് കണ്ടില്ലേ, നീല കളറായിട്ട് കണ്ടില്ലേ. ഓ, എന്താ ടോപ്പാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് ഒരു ബോട്ട് പോകുന്നുണ്ട്. അടിപൊളി കേട്ടോ ഇവിടെ നിന്നുള്ള കാഴ്ച. ഇവിടെ ഒരു ഇരുമ്പ് പാലുണ്ട് കേട്ടോ. അതിന്റെ മുകളിൽ നിന്നാണ്ട് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ മുകളിൽ കൂടെയാണ് ഇപ്പൊ നടന്ന് വന്നത്. നിലവിൽ യാത്ര ചെയ്യാൻ ഇവിടെ ഒരു പഴയ ഒരു ഇരുമ്പ് പാലാണ് ഉള്ളത്. ഇപ്പൊ അതിലൊരു കാറ് പോണ കണ്ടില്ലേ. ചെറിയൊരു വീതി ഉള്ളു ഇതിന്. ഒരു സമയത്ത് ഒരു വാഹനം മാത്രമേ ഇതിൽ പോകാൻ കഴിയുള്ളൂ. ഓരോരോ വാഹനങ്ങളായിട്ട് കടത്തി വിടുകയാണ്. പിന്നെ പാലത്തിന്റെ 2 സൈഡിലും ആളുകൾ നിന്ന് അങ്ങനെ ഓരോ വാഹനത്തിനെ കടത്തി വിടുകയാണ് ഇപ്പൊ നിലവില്. ഇവിടുത്തെ വെള്ളം എത്ര ക്ലീൻ ആണെന്നുള്ളത് ഇതിന്റെ അടിത്തട്ട് നോക്കി അറിയാം. കണ്ടില്ല, ഒരു തോണി മുകളിലും വെള്ളം, പാറ, കല്ലുകളൊക്കെ അടിയിലായിട്ട് ഇങ്ങനെ കാണുന്നത്. അത്രയും നല്ല ക്ലീൻ ആയിട്ട് കാണാം അവിടെ. സ്കൂബ ഡൈവിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ. 3500 രൂപയാണല്ലോ ഇതിന് വേണ്ടിയിട്ടുള്ള ചാർജ്, സ്കൂബ ഡൈവിങ്ങിന്. അതിന്റെ സജ്ജീകരണങ്ങൾ, ഓക്സിജൻ കാര്യങ്ങളൊക്കെയാണ്, സിലിണ്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ
ഞാൻ ബോട്ടിൽ പോകാൻ തീരുമാനിച്ചിട്ടോ. ഇവിടെ കൗണ്ടറിലാണെങ്കിൽ 1200 രൂപ വേണം. അപ്പൊ അല്ലാത്ത രീതിയിൽ ഇവിടെ ബോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അതിന് 600 രൂപയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പോണില്ല എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ലാസ്റ്റ് ഒരു 400 രൂപയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബ്രോന്റെ കൂടെ ഇപ്പൊ പോവുകയാണ്. ഈ ദൗക്കിയിൽ വന്നിട്ട് ഇത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു വാട്ടറിൽ ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ബോട്ടിൽ പോവുക എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാവും. അപ്പൊ എന്തായാലും ബോട്ടിൽ പോട്ടെ. അപ്പൊ ബോട്ടിൽ കയറാൻ പോവാണ് കേട്ടോ. സെന്ററിലാണ് ഇരിക്കാൻ പറഞ്ഞത്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. ബോട്ട് യാത്രയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. എല്ലാരും ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, അപ്പൊ ഒന്ന് എൻജോയ് ചെയ്യണം. Okay, one pics. Okay. ആദ്യം പോകുന്നത് ബംഗ്ലാദേശ് ബോർഡറിലേക്കാണ് കേട്ടോ. അവിടെ ഞാൻ മുമ്പ് പോയതാണ്. എന്നാലും ബോട്ടിൽ അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു ഐലൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയതിന് ശേഷം പിന്നെ തിരിച്ചു കൊണ്ടുവരും. ഇതാ ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ കളർ കണ്ടില്ലേ, നീല കളറായിട്ട്. ക്ലിയർ വാട്ടർ. ആ ഓക്കെ ഓക്കെ, അപ്പുറത്തെ സൈഡിലാണ്. അപ്പൊ ओके 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 आपका नाम क्या? राम कूपर. कहाँ से आप? ആ ഇതർ ലോക്കലാണ്, ഇവിടുത്തെ ആളാണ്. അപ്പൊ നല്ല തെളിഞ്ഞ വെള്ളമുള്ളത് അപ്പുറത്തെ സൈഡിലാണ് എന്ന് പറഞ്ഞത്. അപ്പൊ അവിടേക്കൊക്കെ പോകുന്നുണ്ട്. ഞാൻ ആദ്യം ചെന്നപ്പോ ഉള്ളതിനേക്കാളും ഭയങ്കര തിരക്കായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ച അവധിയല്ലേ, ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെയാണ്. പക്ഷെ ഇന്ത്യൻ സൈഡിൽ ആരുമില്ല. ഇന്ത്യൻ സൈഡിലുള്ളവരൊക്കെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം കിടിലാണ് കേട്ടോ. അടിപൊളി ഒരു ബോട്ട് യാത്രയാണ്. നല്ല ക്ലീൻ വാട്ടർ കൂടെ ഇങ്ങനെ പോവല്ലേ, ഒറ്റയ്ക്ക് ഉള്ളൂ. അടിപൊളിയാണ് അടിപൊളിയാണ്. ബ്രോ അങ്ങനെ തൊഴഞ്ഞുകൊണ്ടിരിക്കണ്ട അവിടെ. പിന്നെ ഈ ബ്രോ പറയാണ് അവിടെ ബംഗ്ലാദേശിന്റെ സൈഡിൽ ആളുകൾ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടാവുന്നു, എപ്പോഴും ഭയങ്കര കലപിലാവും പറഞ്ഞു. പിന്നെ ബംഗ്ലാദേശിന്റെ നിരപ്പ് ഭൂമിയാണ്. ഈ മേഘാലയ സൈഡ് ഫുള്ള് മലയോര മേഖലയും അതുപോലെ പിന്നെ ബംഗ്ലാദേശ് സൈഡ് ഫുള്ള് നിരപ്പ് ഭൂമിയായിട്ടാണ് ഉള്ളതെന്നാണ് ഇപ്പൊ ഈ ബ്രോ പറഞ്ഞിട്ടുള്ളത്. ബോട്ടില് അതിർത്തി വരെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതുവരെ വരാൻ പറ്റുള്ളൂ. ഇതാ അതിന്റെ അപ്പുറത്തൊക്കെ ബംഗ്ലാദേശാണ്, അങ്ങോട്ട് പോകാൻ പറ്റൂല. കണ്ടില്ല, ലാസ്റ്റ് ഇതുവരെ വരാം. ഇന്ത്യൻ പട്ടാളക്കാരൻ ഇപ്പുറത്തുണ്ട്, അവരെ പട്ടാളക്കാരന് അപ്പുറത്തും ഉണ്ട്. കണ്ടില്ല, ഇതുവരെ വരാം. अच्छा अच्छा बॉर्डर फोर्स है. अच्छा ഓക്കെ ടീക്ക്. അപ്പൊ ബംഗ്ലാദേശിലുള്ള ആളുകളൊക്കെ മൊത്തം കുളിക്കാനാണ് ഇങ്ങോട്ട് വന്നത് തോന്നുന്നത്. മൊത്തം ചാടി കുളിച്ച് ആകെ കലപില ബഹളങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ. ഒരു അലമ്പാണ് അവിടെ. അച്ഛാ അപ്പൊ അവിടെ ഇന്ത്യന്റെ ഫ്ലാഗ് ഇപ്പുറത്തുണ്ട്, ബംഗ്ലാദേശിന്റെ ഫ്ലാഗ് അപ്പുറത്തുണ്ട്. ഇതർ ഫെൻസിങ് നെയ്. അച്ഛാ അപ്പൊ ഇവിടെ ഫെൻസിങ് ഒന്നുമില്ല. ഇല്ലീഗൽ ആത്ത ഇതർ. അപ്പൊ ഇല്ലീഗലായിട്ട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ അതൊക്കെ നല്ലോണം നോക്കണം. बांग्लादेश का आदमी. अच्छा पूरा है इंडिया में. उधर जीने का मुश्किल है बांग्लादेश में. अभी प्रॉब्लम है ना बांग्लादेश में? अभी भी खत्म नहीं हुआ. खत्म नहीं हुआ. अच्छा अच्छा. അപ്പൊ ബംഗ്ലാദേശിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒക്കെ ഇങ്ങോട്ട് വരികയാണ്. ഇതിന്റെ ഒരു പാലാട്ടോ. 1931 ഉണ്ടാക്കിയൊരു പാലാണിത് എന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണിത്. ഇവിടെ അങ്ങനെ മല ഇടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതെന്താന്ന് ചോദിച്ചപ്പോ ഇവിടെ ഒരു പുതിയൊരു പാലം പണി നടക്കുകയാണെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് അവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധികം വൈകാതെ തന്നെ ഒരു പുതിയ പാലം കൂടി ഇവിടെ ഉണ്ടാവും. അതിന്റെ പണികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. 1500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്യാമ്പ് ചെയ്യാം. ക്യാമ്പിങ്ങും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ക്യാമ്പ് ഫയറും അതുപോലെ ബോട്ടിങ്ങും എല്ലാം ഉൾപ്പെടെയാണ്
1500 രൂപ. കുഴപ്പമില്ല കേട്ടോ അത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒരു തെളിവ് അറിയണമെന്നുണ്ടെങ്കിൽ കണ്ടില്ല, ഇത് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കല്ലുകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. വില്ലേജ് ഉണ്ട്, അത് ദരാങ് വില്ലേജാന്നാ പറഞ്ഞത്. അങ്ങേ സൈഡിൽ ഇതാ അവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ തന്നെ കാണും. ഇത് ഇവര് പാട്ടൊക്കെ ഇട്ട് ആഘോഷിച്ച് പോവാണ് കേട്ടോ. ഇതെന്താ ഒരു ഗ്രൂപ്പായിട്ട് വരുന്ന ടൂറാ തോന്നുന്നു കേട്ടോ. എല്ലാവർക്കും ഒരു മഞ്ഞ കളർ തൊപ്പിയൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു ഐലൻഡ് പോലെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു 10 മിനിറ്റ് സമയം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും അപ്പുറത്തേക്ക് തന്നെ തിരിച്ചു പോകും. ഇവിടെ ഫുള്ള് ക്യാമ്പിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഏരിയ കേട്ടോ. ഒരു നല്ല അടിപൊളി കല്ലാണ് ഇവിടെ, ഉരുണ്ട ടൈപ്പ് കല്ലുകള്. ഒരുപാട് കടകളുണ്ട് ഇവിടെ. പിന്നെ ടെന്റുകൾ, ഇഷ്ടം പോലെ ടെന്റുകളും ഉണ്ട് ഇവിടെ. നല്ല രസമാണ് കേട്ടോ രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാലേ. ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല എൻജോയ്മെന്റ് തന്നെ ആവും ഇവിടെ. കല്ലുകൾ ടോപ്പാട്ടോ, ഉരുളാൻ കല്ലുകളായിട്ട്. ഈ അറ്റത്തെത്തി കഴിഞ്ഞാല് പിന്നെ ഇവിടെ ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത് കാണാം. ചെറിയൊരു വെള്ളച്ചാട്ടൊക്കെ ആയിട്ട് അവിടെ നല്ല നീല കളറായിട്ടുണ്ട് വെള്ളം ചാടുന്നത്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ വീതി കൂടി കൂടി വരും. ഇവിടെയൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഈ അറ്റത്ത് വരെ ബോട്ട് കൊണ്ടുവരും. ഉരുളൻകല്ലിന്റെ ഒരു കളിയാട്ടോ ഇവിടെ. നല്ല മിനുസായിട്ടുണ്ട് കല്ല്, ഇങ്ങനെ വെള്ളം ചാടി ചാടി വന്നിട്ടേ. ചില കല്ല കണ്ടില്ല, വല്ല ബോള് പോലെ, എന്തൊക്കെ ബോള് പോലെ ആയിട്ടുണ്ട്. കല്ലൊക്കെ ടോപ്പാണ് ഇവിടെ, ഉരുണ്ട ഉരുണ്ട കല്ലുകള്. ഈ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ്, നീല കളറ്. അവിടെയൊക്കെ നല്ല നീല കളറായിട്ടാണ് കാണുന്നത്. ഓ ഇവിടെയൊക്കെ ഒരുപാട് ടെന്റുകൾ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ടെന്റുകളാണ് അവിടെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ അവിടെയൊക്കെ വന്നുകൊണ്ട് താമസിക്കാം. നല്ല രസമാവും കേട്ടോ രാത്രിയൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളെ ബോട്ടിന്റെ ബ്രോ ഇങ്ങനെ ആഞ്ഞു തുഴയുന്നുണ്ട്. ഹലോ ബ്രോ. ബ്രോ ഇങ്ങനെ ആഞ്ഞു തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ മേഘാലയയിൽ വരിക, വന്നിട്ട് ദൗക്കി റിവറിലെ ഈ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആസ്വദിക്കുക. അടിപൊളിയാണ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ്. നവംബർ മുതൽ നവംബർ से कितना अच्छा पानी है? നവംബർ से മാർച്ച് വരെ, നവംബർ മുതൽ മാർച്ച് വരെ നല്ല തെളിഞ്ഞ വെള്ളമാവും. അത് കഴിഞ്ഞാൽ മഴക്കാലത്തൊന്നും പിന്നെ ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ഈ ദൗക്കിയിൽ വരണ്ട, ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ മഴക്കാലത്ത് നല്ല അടിപൊളിയാവും. നല്ല പച്ചപ്പായിട്ട് മലനിരകളും വെള്ളച്ചാട്ടങ്ങളൊക്കെ നല്ല അടിപൊളിയാവും ആ സമയത്ത്. പക്ഷെ ദൗക്കിയിൽ മഴക്കാലത്ത് നല്ലതാവൂല, നല്ല വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാവും. അപ്പൊ ഈ നവംബർ മുതൽ മാർച്ച് വരെ നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് കാണാം. ആ സമയത്ത് ഇവിടെ വരികയാണെങ്കിൽ അടിപൊളിയായിട്ട് ബോട്ടിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് എൻജോയ് ചെയ്ത് ഇവിടെയൊക്കെ താമസിച്ച് തകർക്കാം. ഇപ്പൊ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ പാലൊക്കെ മുകളിൽ കാണാം, അതിലെ വാഹനങ്ങളൊക്കെ പോണത്. കുറെ ആളുകൾ ഇപ്പോഴും ബോട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസാട്ടോ അതിലുള്ള ബോട്ട് യാത്ര. പിന്നെ കൗണ്ടറിൽ വരികയാണെങ്കിൽ പൈസ കൂടും കേട്ടോ, 1200 രൂപയാവും. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. ഇവരുടെ അടുത്ത് വരികയാണെങ്കിൽ കുറഞ്ഞ പൈസക്ക് വരാം. ഞാൻ അപ്പൊ 400 രൂപയ്ക്കല്ലേ വന്നത്. അല്ലെങ്കിൽ കൗണ്ടറൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ പൈസ കൂടും. അതാണ് ഇവിടുത്തെ അവസ്ഥ. കാറുകൾ പാലത്തിന്റെ മുകളിൽ കൂടെ പോകണുണ്ടല്ലേ, അത് പഴയ പാലാണ്. അതുകൊണ്ടാണ് ഈ പുതിയ പാലം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ നദീന്റെ ഇപ്പുറത്ത് ഖാസിയും ഇപ്പുറത്ത് ജയന്തിയും. ഖാസി ഖാസി ഉദർ ജയന്തിയ. ജയന്തിയാണ് വലതു ഭാഗത്ത്, ജയന്തിയ ഇടതു ഭാഗത്ത് ഖാസിയാണ്. ഈ നദിയാണ് അതിന്റെ ഒരു പിന്നെ സെന്റർ ആയിട്ടുള്ളത്. छोटा सा स्टेट है। हाँ छोटा सा स्टेट है, स्मॉल स्टेट है। तीन ही डिस्ट्रिक्ट, हाँ तीन ही, खासी, गारो, गारो हिल। यहाँ से कम यहाँ से शिलोंग कम से कम 100 किलोमीटर, 82 किलोमीटर है। शिलोंग टू गारो हिल कम से कम 250 किलोमीटर है। 250, बट ये मेघालय का 2 डिस्ट्रिक्ट है। पॉपुलेशन इज वेरी लेस। इधर में जयंतिया पूरा
ये खासी। काशी इधर जयंतिया पूरा जयंतिया यहाँ से भी आप शिलोंग जा सकता है। शिलोंग शिलोंग यहाँ से 120 किलोमीटर है। खासी से यहाँ से मतलब 82। कारो किधर है? कारो वेस्ट खासी से, वेस्ट काशी में हो वेस्ट उधर खासी। है। मतलब वेस्ट ऊपर ना। उधर वेस्ट खासी से गारो 210 किलोमीटर है। उधर घूमने के लिए कम है। क्या भैया यहाँ पे ये कौन सा सीजू केफ है ये बहुत सारा जगह है। बहुत जगह है क्या? നമ്മളെ യാത്ര അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. പയ്യനോട് വിട പറയാണ്. താങ്ക് യു പയ്യ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ബൈ ബൈ. ഓക്കെ താങ്ക് യു. അപ്പൊ ആ ബോട്ട് യാത്ര പൂർത്തിയാക്കിയിട്ട് തിരിച്ചു പോവുകയാണ്. നല്ലൊരു അടിപൊളി എൻജോയ്മെന്റ് ആണ് കേട്ടോ. നല്ല ബോട്ടിലൊക്കെ പോയി ഇങ്ങനെ ആസ്വദിച്ച് ദൗക്കി റിവർ മൊത്തമായിട്ട് കാണാൻ പറ്റി. നല്ല തെളിഞ്ഞ വെള്ളം കണ്ടു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നല്ലൊരു അടിപൊളി യാത്ര. വണ്ടി അമ്പലത്തിന്റെ സൈഡിലാണ് പാർക്ക് ചെയ്ത് തരുന്നത്. അപ്പൊ വണ്ടിയൊക്കെ അതുപോലൊക്കെ തന്നെ ഉണ്ട് ഇവിടെ, കുഴപ്പമൊന്നുമില്ല. ലോഡ് കണ്ടില്ലേ, എന്തുമാതിരി ലോഡാണ്. ഇത്രയും സാധനം വെച്ചാണ് ഞാൻ ഇത് കൂടെ മൊത്തത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അമ്പലം. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഇനി ഇവിടുന്ന് അടുത്ത ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ്, ഏഷ്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് ആയിട്ടുള്ള മൗലിനോം അവിടെ പോകണം. എന്നിട്ട് അവിടുത്തെ കാഴ്ചയും കൂടി കണ്ടു കഴിഞ്ഞാൽ നേരെ മേഘാലയ വിടുക. അപ്പൊ ചെറിയൊരു ഹോട്ടലിൽ കയറി കേട്ടോ. ചോറും കടലയും കുറച്ച് വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് 70 രൂപയാണ്. ഇതാണ് സംഭവം. അപ്പൊ രാവിലെ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഇവിടുന്ന് ഇത് കഴിച്ചിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോവാന്, മൗലിനോങ്ങില് പോവാനായിട്ട്. അപ്പുറത്ത് കാണുന്നത് ഫുള്ള് ബംഗ്ലാദേശിന്റെ ഭാഗാട്ടോ. അവിടെ ഒരു ഫെൻസിങ് ഉണ്ട്. അതിന്റെ അപ്പുറം ബംഗ്ലാദേശാണ്, ഇപ്പുറത്ത് ഇന്ത്യ. അപ്പൊ വരുന്ന വഴിക്ക് ഇങ്ങനെ റോഡിന്റെ തൊട്ടടുത്ത് കൂടെയൊക്കെയാണ് ഈ ഫെൻസിങ്. ഈ റോഡിന്റെ നേരെയായിട്ട് ഫെൻസിങ് ഉള്ള ഒരുപാട് സ്ഥലത്ത് കൂടെയാണ് ഇപ്പൊ ഞാൻ വന്നത്. അവിടെ BSFന്റെ ഒരുപാട് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അവിടെ ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇപ്പൊ ബംഗ്ലാദേശിന്റെ ബോർഡർ ആട്ടത് ഈ ഫെൻസിങ് കാണുന്നത്. ഇതാ ഇന്ത്യന്റെ റോഡ്, ഇത് ഇന്ത്യൻ റോഡ്. അപ്പുറം ബംഗ്ലാദേശ്. അവിടുന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് ബംഗ്ലാദേശിന്റെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അത് അനുവദിക്കൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ കേരളത്തിൽ നിന്ന് വന്നാണ്, ഇത്രയും ദൂരത്ത് നിന്ന് വന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ആർമി ഉദ്യോഗസ്ഥൻ സമ്മതിച്ചതാണ്. സാധാരണ സമ്മതിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇതാ ബംഗ്ലാദേശാണ് അപ്പുറത്ത് കാണുന്നത്, ഈ ഫെൻസിങ്ങിന്റെ അപ്പുറം. ഇത് റോഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇങ്ങനെ. അപ്പൊ 2 രാജ്യങ്ങളാണ് ഈ റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്നത്, കണ്ടില്ലേ? അപ്പൊ ഈ ബംഗ്ലാദേശ് ബോർഡറിന്റെ തൊട്ടരികിൽ കൂടെയാണ് ഞാൻ മൗലിനോം വില്ലേജിക്ക് പോണത്. ഇതാ സൂര്യനൊക്കെ ഏകദേശം അസ്തമിക്കാനായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ഈ റോഡ്? അപ്പോൾ ഇത് തൊട്ടടുത്ത് ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പുറത്ത് ബംഗ്ലാദേശ്. ഇതാ ഒരു ഫെൻസിങ് ആണ്. ഇതാ ആ കാണുന്നത് ബംഗ്ലാദേശാണ്. ഈ ഫെൻസിങ്ങിന്റെ ഉള്ളിൽ കൂടെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. കുട്ടികളാണ് ഇവരെ വീഡിയോ എടുക്കുക പറഞ്ഞപ്പോ കണ്ടില്ലേ മറഞ്ഞു നിക്കണ്. ഇവര് പന്ത് കളിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പൊ ഞാൻ വന്നപ്പോ ഇങ്ങനെ കുറെ നേരം സംസാരിച്ചു നിന്ന്. അപ്പൊ ഇവരെ വീഡിയോ എടുക്കുക പറഞ്ഞപ്പോ ഒക്കെ അപ്പുറത്തേക്ക് പോയി. Kempom. Your? Gcom. कौन सा क्लास में? 5. स्कूल किधर है? आज छुट्टी? छुट्टी आज छुट्टी. आपका नाम क्या? अख्तर. कौन सा क्लास में? 3. अभी फुटबॉल खेल रहे हैं. मैंने मुड्डी अടിപൊളി കേട്ടോ. ഇതറാ ഇവരെ അടിപൊളി കേട്ടോ. എന്തായാലും ഒരു കഴിഞ്ഞ തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. വേറെ വീടോ കാര്യങ്ങളൊന്നും അധികമല്ല, 1-2 വീടുകൾ കണ്ടിട്ടുള്ളൂ. പിന്നെ ഫുള്ള് ഈ കഴുകുന്തോട്ടം മാത്രമേ ഉള്ളൂ. റോഡിന്റെ 2 സൈഡിലും ഫുള്ളായിട്ട്. ഈ ഭാഗത്തൊക്കെ ജയന്തിയ വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ് ഉള്ളത്. ഇത് ജയന്തിയ ഹിൽസ് ആണ്.
കഴുകും തോട്ടാണ് ഇവിടെയൊക്കെ. ഇവിടുത്തെ ആൾക്കാരൊക്കെ മെയിൻ തൊഴിൽ എന്ന് പറഞ്ഞാൽ, മെയിൻ കൃഷി എന്ന് പറഞ്ഞാൽ ഇതാവും, കഴുങ്ങ് തന്നെയാവും. അല്ലാതെ വേറൊരു കൃഷി ഭാഗത്ത് അങ്ങനെ കാണുന്നില്ല. ഫുള്ള് കവുങ്ങും തോട്ടം മാത്രമേ ഉള്ളൂ. ഒരു മലയോര മേഖലയാണ് ഈ സൈഡ്. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ 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 ബൈ. ഇപ്പൊ മൗലിനോങ്ങിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് അവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്, വെൽക്കം ടു മൗലിനോങ് എന്ന് പറഞ്ഞിട്ട്, ക്ലീനസ്റ്റ് വില്ലേജ് ഇൻ ഏഷ്യ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ആൾക്ക് 50 രൂപ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഈ റിസപ്ഷനിൽ 50 രൂപ ടിക്കറ്റ് കൊടുക്കണം. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം പോവുകയാണ് വില്ലേജിലേക്ക്. ഇപ്പം നേരം കുറേ വൈകി, ഇനിയിപ്പോൾ ഇന്ന് ഇവിടെ എന്തായാലും തങ്ങേണ്ടി വരും. ഇതും കാസി വിഭാഗത്തിൽ പെട്ട തന്നെയാണ് കേട്ടോ. പക്ഷെ ചിറാപ്പൂഞ്ചി സൈഡിലൊക്കെ വേറെ ടൈപ്പ് മലകളും മൊട്ടക്കുന്നുകളൊക്കെ ആയിട്ട് ഒരുപാട് കണ്ടിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ മൊത്തം വനമേഖലയാണ്. ഈ ഏരിയ മൊത്തം കഴുങ്ങും തോട്ടം, അതുപോലുള്ള കാട് പിടിച്ച് അങ്ങനെ തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റാണ് ഇവിടെ കാണുന്നത്. പിന്നെ നല്ല റോഡാണ് കേട്ടോ. ഇവിടെ മൊത്തത്തിൽ നല്ല റോഡാണ്. പിന്നെ അധികം വീടുകളൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഏരിയയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ ഭൂപ്രകൃതി വേറെ ടൈപ്പാണ് മറ്റേതിനെ അപേക്ഷിച്ച്. ചിറാപ്പൂഞ്ചിനൊക്കെ അപേക്ഷിച്ച് ഇവിടെ വേറൊരു രീതിയാണുള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് വരുമ്പോൾ തന്നെ വലിയൊരു പാർക്കിംഗ് ഏരിയ കേട്ടോ. ഇവിടെ ഒരുപാട് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയൊരു സൗകര്യമുണ്ട്. പിന്നെ നേരെ താഴത്തേക്ക് വന്നാലും തന്നെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡ്രസ്സുകളായിട്ടും സുവനീറുകളായിട്ടും അങ്ങനത്തെ ഒക്കെ ഒരുപാട് കടകളുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ഒരു നല്ലൊരു ടൂറിസം മേഖല തന്നെയാണ് ഈ മൗലിനോങ് എന്ന് പറഞ്ഞൊരു വില്ലേജ്. ഇപ്പം അതൊരു ടൂറിസം മേഖലയായി മാറിയിട്ടുണ്ട് സത്യത്തിൽ. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഒരുപാട് കടകളാണ്. ഇവിടെയും കുറേ വാഹനങ്ങൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇങ്ങോട്ട് എത്തിപ്പെടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ ഈ കാടിൻ്റെ ഉള്ളിലാണിത്. കണ്ടില്ലേ, ഒരുപാട് കടകളുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിക്ക് ടൂറിസം ഇവിടെ വളർന്നിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് കണ്ടു. വലിയ ട്രാവലറുകളൊക്കെ ഒരുപാട് പോകുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. വില്ലേജ് താഴെയാണ് വില്ലേജ്. വാഹനങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. നോ എൻട്രി ഫോർ ടൂറിസ്റ്റ് വെഹിക്കിൾ എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഈ ഒച്ചയും വിളി എന്താ അറിയോ, ഫുട്ബോൾ കളി നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അതിൻ്റെ ഒച്ചയും വിളിയാണ് ഇവിടെ കേൾക്കുന്നത്. അവരൊക്കെ ഫുട്ബോൾ കാണാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഫുള്ള് ലേഡീസാണ് ഈ സൈഡിലുള്ളതൊക്കെ. ഇതാ അവിടെ കളി നടക്കുന്നുണ്ട്, ഫുട്ബോള്. വമ്പൻ കളിയാണ്. ആകെ അലമ്പാണ് ഇവിടെ. കണ്ടില്ലേ, ഇതേതൊക്കെ ടീമാവും. ഇവിടുത്തെ ടീം തന്നെ ആവും, പുറത്തുനിന്നൊന്നും ആവൂല എന്തായാലും. യാ റൊണാൾഡോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടുത്തത് റെഡാണ് കേട്ടോ. റെഡാണ് മൗലിങ്ങില്. മറ്റേത് 2 കിലോമീറ്റർ അപ്പുറത്തുള്ളതാണ്. അപ്പൊ ലോക്കൽ ടീം തന്നെയാണ് ഇവിടുത്തെ. ഓ, ഇവരൊക്കെ ഭയങ്കര ആർപ്പുള്ളി കേട്ടോ. കണ്ടില്ല, ഭയങ്കര ഒച്ചവിളിയാണ്. ഇവരെ വീഡിയോ എടുക്കണ്ട, കണ്ടില്ല, ഭയങ്കര അലമ്പാണ്. കണ്ടില്ല, കുട്ടികളൊക്കെ ഭയങ്കര ഒച്ചവിളിയാ. ചോപ്പാണ് കേട്ടോ ഇവിടുത്തത്. മറ്റേത് കുറച്ച് അപ്പുറത്തുള്ളതാണ്, ഒരു 2 കിലോമീറ്റർ അപ്പുറത്തുള്ളതെന്ന് പറഞ്ഞത്. ആകെ അലമ്പാണ് ഇവിടെ. അങ്ങനെ ഒരു ഫുട്ബോൾ കളി കാണാനായിട്ട് ഇവിടെ
വമ്പൻ കളിയാട്ടോ. അങ്ങനെ മേഘാലയയിൽ വന്നിട്ട് ഒരു ഫുട്ബോൾ കളിയും കാണാനായി. എല്ലാരും നല്ല ആവേശത്തിലാണ്. ഭയങ്കര ആവേശാണ് ഇവിടെയൊക്കെ. അടിച്ചില്ല. ഫുള്ള് അലമ്പാട്ട ഇവരൊക്കെ. അലമ്പാണ്. പഠിക്കൂ. അങ്ങോട്ടും ഇങ്ങോട്ടും. ഗോളായില്ല. കളി കഴിഞ്ഞു. സംഭവം കഴിഞ്ഞു. ഇവരൊക്കെ ഭയങ്കര ആവേശത്തിലായിരുന്നു. സത്യത്തില് ഇവിടെ വന്നിട്ട് പിന്നെ വൈകുന്നേരം ആവാനായി. 4:45 ഇരുട്ടാവാനായി. ഇവിടെ പെട്ടെന്ന് ഇരുട്ടാവും. ഞാനിവിടെ വന്നിട്ട് ഒരു സ്റ്റേ ഒന്നും നോക്കാതെ ഇവിടെ പന്തുകളെയും കണ്ട് നടക്കുകയാണ് ഇപ്പോൾ. എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ഒപ്പിക്കണം. മിക്കവാറും ഇവിടെ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം എല്ലാവരും ഹോം സ്റ്റേൻ്റെ ആൾക്കാരാണ്. അല്ലാത്തത് ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഹോം സ്റ്റേയിലൊന്നും നിൽക്കാൻ കഴിയില്ല. കാരണം അതിനൊക്കെ നല്ല പൈസയാവും ഇവിടെ. അപ്പം അല്ലാത്ത രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ ടെൻ്റ് അടിക്കാൻ പറ്റുമോ നോക്കണം. ഇവരൊക്കെയാണ് കളിക്കാര്. എന്തൊക്കെയാ പറയണ്ട് കളീനെ പറ്റി എന്തെങ്കിലുമൊക്കെ ആവും പറയണ്ടാവുക. കളിക്കാരാണ് അവര്. കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കളിക്കാരനാട്ടോ. കുട്ടികളൊക്കെ കൂട്ടം കൂടി എന്തൊക്കെയാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാ റൊട്ടിയേ ക്യാ റൊട്ടി. ഇത് മറ്റേ നൂഡിൽസ്. എല്ലാ സ്ഥലത്തും ഇതുപോലെ ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ടാവും കേട്ടോ. കണ്ടില്ല? ഇതിലൊക്കെ ഓരോ മുട്ടായി ബിസ്ക്കറ്റ് പാക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കാണാം. മുള കൊണ്ടൊരു പാലൊക്കെ ഉണ്ട് അവിടെ അപ്പുറത്തേക്ക് പോവാനായിട്ട്. അപ്പോൾ മൗലിംഗ്നോ വില്ലേജിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയയിലാണ് ടെൻ്റ് അടിച്ചിട്ടുള്ളത്. ഇതാ തൊട്ട് ബാക്കിൽ ഇവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ടെൻ്റ് അടിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ മുതൽ ഈ വില്ലേജ് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ രാത്രി ഞാൻ വെറുതെ ഒന്ന് നടന്നു പോയി കണ്ടു. അപ്പോൾ വില്ലേജ് കാഴ്ചകൾ മുഴുവനായിട്ട് നാളെ രാവിലെ മുതൽ കാണാം. പിന്നെ ഇവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്, റൂട്ട് ബ്രിഡ്ജ്. ആ കാഴ്ചകളൊക്കെ നാളെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാവും. അപ്പോൾ ഇന്ന് രാത്രി
പിന്നെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുവരേക്കും ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.